യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് എല്ലാ കാര്യത്തിലും ഇന്ന് കേൾക്കുന്ന ദൈവവചനത്തിലൂടെ യേശു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന ദൈവവചനം അപ്പസ്തോല പ്രവർത്തനം 28-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ സംഭവിച്ച, മാൾട്ട എന്ന ദേശത്ത് ചെന്നപ്പോൾ സംഭവിച്ച ഒരു അനുഭവത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 28-ാം അധ്യായം 3-ാം വാക്യം. പൗലോസ് കുറേ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് തീയിലേക്കിട്ടു. അപ്പോൾ ഒരു അണലിപ്പാമ്പ് ചൂടേറ്റ് പുറത്തു ചാടി അവൻ്റെ കയ്യിൽ ചുറ്റി. പാമ്പ് അവൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണെന്നതിന് സംശയമില്ല. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല. അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു. അവന് അപകടമൊന്നും സംഭവിച്ചില്ല. അവൻ നീര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണ് മരിക്കുകയോ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു. ഈ വചനം വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, പൗലോസ്ലീഹ മാൾട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവത്തെ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അതിന് നമ്മൾ പറയുന്ന അൺഎക്സ്പെക്റ്റഡ് എന്നാണ്. പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധി, പ്രതീക്ഷിക്കാത്ത ഒരു വെല്ലുവിളി പെട്ടെന്ന് കയ്യേൽ കയറി ചുറ്റി. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെയും വല്ലാതെ കുഴപ്പിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ ടെൻഷനും വേദനയും പ്രതിസന്ധിയും വെല്ലുവിളിയും ഒറ്റപ്പെടലൊക്കെ ഇങ്ങനെ കയറി ചുറ്റി നമ്മൾ വല്ലാതെ മനസ്സുകൊണ്ട് വിഷമിക്കുന്ന സാഹചര്യങ്ങളുള്ളവരുണ്ടാകാം. ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷമങ്ങളെ, സങ്കടങ്ങളെ ഒന്നും ഒരു സ്കെയിൽ കൊണ്ടും അളക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. സ്കെയിൽ കൊണ്ട് അളക്കാൻ കഴിയുന്നതിലേറെയാണ് ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനകളുടെ ആഴം. എന്നെ കേൾക്കുന്ന നിങ്ങളും ഓരോ പ്രതിസന്ധികളാകാം, വെല്ലുവിളികളാകാം, ഒറ്റപ്പെടലാകാം, രോഗമാകാം, കടബാധ്യതയാകാം, കുടുംബത്തിലെ ചില പ്രതിസന്ധികളാകാം, വഴക്കുകളാകാം, നിരാശയാകാം, ജോലിയില്ലാത്ത അവസ്ഥയാകാം. എന്തുമാകട്ടെ നിങ്ങളുടെ കയ്യിൽ കയറി ചുറ്റിയത്, ജീവിതത്തെ ചുറ്റിയത്. പൗലോസ്ലീഹ അവിടെ കേൾക്കുന്ന സ്വരം പോലും നെഗറ്റീവായ കാര്യങ്ങളാണ്. ഇവനേതോ കൊലപാതകിയാണെന്ന് സംശയമില്ല. അന്നേരം തന്നെ തളർത്തുന്ന വാക്കുകളാണ് അവിടെ നിന്നുണ്ടായത്. പക്ഷെ പൗലോസ്ലീഹയിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്, പൗലോസ്ലീഹ അതിനെ, കയ്യിൽ വെള്ളമുണ്ടെങ്കിൽ അതിനെ കുടഞ്ഞു കളയും. ഇതുപോലെ ആ ഒരു പാമ്പിനെ, അണലിപ്പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു എന്നാണ്. അതിനെ കയ്യിൽ നിന്ന് കുടഞ്ഞു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഇങ്ങനെയൊന്ന് ജീവിതം ആരംഭിക്കണം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും കുടഞ്ഞങ്ങ് കള. ഇന്ന് കേട്ട ഈ വചനത്തിലെ പോലെ, പൗലോസ്ലീഹായെ പോലെ കുടഞ്ഞു കള. ആ പ്രതിസന്ധികളെയെല്ലാം കുടഞ്ഞു കളയാൻ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ആ വെല്ലുവിളി, ആ ഒറ്റപ്പെടൽ, ആ പിണക്കം, ആ ഒരു അകൽച്ച, അതൊക്കെ ജീവിതത്തിൽ മാറും. അതിനെയൊക്കെ കുടഞ്ഞു കളയാൻ കഴിയുന്ന അത്രയും കയ്യിൽ പറ്റിയ ഒരു ജലാംശം കുടയുമ്പോൾ പോകുന്നത് പോലെ ആ പ്രതിസന്ധികളൊക്കെ മാറും, ആ പ്രയാസങ്ങൾ മാറും, ആ ഒറ്റപ്പെടലൊക്കെ മാറും. നിങ്ങളതിനെ കുടഞ്ഞു കളയാനുള്ളൊരു ശക്തി കിട്ടുകയാണ്. അതിനെ ചുമന്നുകൊണ്ട് നടക്കണ്ട. ദൈവം അത്ഭുതകരമായി നിങ്ങൾക്കൊരു ശക്തിയും സഹായവും തരുന്നൊരു ദിവസമാകട്ടെ ഇത്. ജീവിതത്തിൽ ഒന്നും നിങ്ങളെ തളർത്താതിരിക്കട്ടെ. ഒന്നും തളർത്തില്ല. കാരണം ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ശക്തിയാണ് അതെല്ലാം കുടഞ്ഞു കളയാനുള്ള ശക്തി. അതിനെ കുടഞ്ഞു കളയും വളരെ ലാഘവത്തോടെ. മനുഷ്യർ പറയുന്ന പല കാര്യങ്ങളും നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. കൂടെയുള്ളവരാകാം, സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, മിത്രങ്ങളാകാം, ഒപ്പം പഠിച്ചവരാകാം, സഹപ്രവർത്തകരാകാം. നമ്മളെക്കുറിച്ച് മനസാവാച അറിയാത്ത കാര്യങ്ങൾ, അതൊക്കെ ആയിരിക്കും നമ്മുടെ മുന്നിലെ ഇപ്പോഴത്തെ ഒരു ദുഃഖം. നമ്മളിൽ പിടിമുറുക്കി വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അണലിപ്പാമ്പിനെ പോലെ നമ്മളെ വളഞ്ഞു വട്ടമിട്ട് നമ്മളെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്ന പ്രശ്നം, അതിനെ ഇന്ന് കുടഞ്ഞു കളയും നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ്, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ അവരെ അഭിമുഖീകരിക്കുന്ന, അവരെ വിഷമിപ്പിക്കുന്ന പ്രതിസന്ധികളെ, സങ്കടങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ കുടഞ്ഞു കളയുകയാണ്. ഇവർക്ക് വേണ്ടി അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുകയാണ്. അതുപോലൊരു അനുഗ്രഹം നിങ്ങളിൽ വരട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ വരട്ടെ. ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇതുപോലെയുള്ളൊരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ.
ഒന്നും നിങ്ങളെ തളർത്തുകയില്ല, ഒന്നും നിങ്ങളെ തോൽപ്പിക്കുകയില്ല. കാരണം ദൈവവചനത്തിലൂടെ നിങ്ങൾ സ്വീകരിച്ചത് ദൈവത്തെ തന്നെയാണ്. ആ ശക്തി നിങ്ങളിലുണ്ട്. ആ അനുഗ്രഹത്തിലാണ് നിങ്ങൾ ഓരോ പടികൾ വയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ, സാഹചര്യങ്ങളിൽ, ജോലിയിൽ, വരുമാനങ്ങളിൽ എല്ലാം വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എല്ലാ അർത്ഥത്തിലും ഈ ജനം, ഈ പ്രിയപ്പെട്ടവർ അനുഗ്രഹമായി തീരട്ടെ. എല്ലാ കാര്യങ്ങളിലും ദൈവം നയിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. അണലിപ്പാമ്പ് കയറി ചുറ്റിയതുപോലെ പലതും ജീവിതത്തെ കയറി വല്ലാതെ വരിഞ്ഞു മുറുകെ ചുറ്റിയിരിക്കുന്നു. അത് പ്രതിസന്ധി, വെല്ലുവിളി, ടെൻഷൻ പലതും. പക്ഷെ അതിനെയൊക്കെ ഇന്ന് കേട്ട വചനത്തിലൂടെ കുടഞ്ഞു കളയുകയാണ്. എങ്ങോട്ടേലും അല്ല, തീയിലേക്ക് കുടഞ്ഞെറിയാണ്. പിന്നെ ഒരിക്കലും അത് കയറി ചുറ്റാൻ കഴിയാത്ത വിധത്തിൽ അത് തകർന്നു പോവുകയാണ്. ആ പ്രശ്നം അരിഞ്ഞു പോവുകയാണ്, ആ പ്രശ്നം കത്തിപ്പോവുകയാണ്. നിങ്ങളെ ദൈവം സഹായിക്കുന്ന ദിവസമാണ്. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞു, ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞു, ദൈവം സഹായിച്ചു കഴിഞ്ഞു. നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളിലും, ഓരോ കാര്യത്തിലും, ഇന്ന് നേരിടാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ, വിഷമങ്ങൾ, വെല്ലുവിളികൾ അതെല്ലാം മാറിപ്പോകട്ടെ. അതെല്ലാം മാറട്ടെ. നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമാകുന്നൊരു ദിവസമാകട്ടെ. അനുഗ്രഹമാകുന്ന ദിവസമാകട്ടെ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എവിടെയും നിങ്ങൾ ആരുടെയും കയ്യിൽ തളരുകയില്ല, വീഴുകയില്ല, വിഷമിക്കുകയില്ല. ധൈര്യമായിട്ടിരിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. രോഗങ്ങളിൽ നിന്നും, അപകടത്തിലും, ദുർമരണത്തിലും ദൈവം നിങ്ങളെ സംരക്ഷിക്കും. മരണമോ ദുർമരണങ്ങളോ ഒന്നും സംഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ദൈവം തരട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.